അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ശ്രീജിനി രജീഷ്. ഇന്ന് നമ്മുടെ 3rd ക്ലാസ്സാണ് സ്റ്റിച്ചിങ്ങിൻ്റെ. ഇന്നത്തെ ക്ലാസ്സിൽ രണ്ടാമത്തെ ക്ലാസ്സിലാണ് തോന്നുന്നു ഒരു ഇതിൽ കമൻറ്റിൽ ഒരു കുട്ടി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആള് പറഞ്ഞത് എനിക്ക് മനസ്സിലായത് സിൽക്ക് സാരി ഉടുത്തിട്ട് ആക്സിലേറ്റർ ചവിട്ടുന്നത് അതാണെന്ന് തോന്നുന്നു. അതിപ്പോൾ എന്താ നോർമലി നമ്മളിപ്പോൾ ചവിട്ടുന്ന പോലെ തന്നെയല്ലേ. അതോ ഇനി ആക്സിലേറ്റർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നാണോ ചോദിച്ചതെന്ന് എനിക്ക് എത്ര ക്ലിയർ ആയില്ല കേട്ടോ. അപ്പോൾ കുട്ടി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ആക്കിയിട്ട് ആക്സിലേറ്റർ ഉപയോഗിക്കുന്നത്, അതായത് നമ്മൾ സാധാ മെഷീനിൽ മോട്ടർ വെച്ചിട്ട് അതിനെ ചവിട്ടുന്നതല്ലേ, അതാണ് ആക്സിലേറ്റർ. അത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ വീഡിയോ ചെയ്യാം. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒരു കഴുത്ത് റൗണ്ടിൽ അടിക്കുന്നതും അതെങ്ങനെ സ്റ്റിച്ച് ചെയ്യാന്നുള്ളതും. തയ്യൽ പഠിക്കാൻ പോകുമ്പോൾ ഫസ്റ്റിൽ നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് വാങ്ങേണ്ടത് എന്നുള്ളതാണ് കേട്ടോ. ഇതുപോലത്തെ ഒരു സ്കെയിൽ വേണം. ഇത് ഷേപ്പ് ചെയ്യാനുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഭാഗം ഷേപ്പും ഒരു ഭാഗം സ്ട്രെയിറ്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ, ഇതുപോലത്തെ ഒരെണ്ണം നിർബന്ധമില്ല, എന്നാലും ഒന്ന് കിട്ടുകയാണെന്ന് ചെയ്യാൻ വാങ്ങിക്കാം. ഇതെവിടെ ഉണ്ടായിരുന്നതാണ്. പിന്നെ ഇത് കൈക്കുഴി ഒക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. കഴുത്ത് അതൊക്കെ അതൊന്ന് വരയ്ക്കും. പിന്നെ ഇതുപോലത്തെ ഒരു ടാപ്പ് വേണം. പിന്നെ ഒരു കത്രിക, അത് അങ്ങനെ ചോക്ക്, ഇതൊക്കെ ടൈലറിങ് കടയിൽ നിന്ന് കിട്ടും കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് നൂല് പൊട്ടിക്കുക. പിന്നെ ടൈലറിങ് പഠിച്ചു തുടങ്ങുമ്പോൾ എന്തായാലും നമ്മൾ ഫസ്റ്റ് അടിക്കുമ്പോൾ തന്നെ ശരിയായിക്കോളണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് എന്തായാലും ആവശ്യം വരും. ഇവിടെ പിള്ളേർക്ക് ഞാൻ തന്നെ വാങ്ങിച്ചു കൊടുക്കാം കേട്ടോ ചെയ്യണേ. കാരണം എന്താ വെച്ചാൽ അവരടിക്കുമ്പോൾ സ്റ്റിച്ച് ഇടയ്ക്ക് ഫസ്റ്റ് അടിക്കുന്ന സമയത്ത് നമുക്കത് കറക്റ്റായി വരില്ല. അപ്പോൾ ഇത് അടിക്കാനുള്ളതാണ്, നൂല് പൊട്ടിക്കാനുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ വെറുതെ ഇതുപോലത്തെ ഒരു കുഞ്ഞൊരു പീസിൽ തുണിയെടുത്ത് ഞാനിത് ഇവിടെ നിന്നൊരു 2 ഇഞ്ച് ഇങ്ങോട്ടെടുത്തു. അതായത് ഇത് വിട്ടാണ് കേട്ടോ കഴുത്തിൻ്റെ. അതേപോലെ താഴേക്ക് ഒരു 3 ഇഞ്ച് ഇറക്കം എടുത്തു. ഇത് ജസ്റ്റ് കഴുത്തടിക്കാനൊന്ന് പഠിപ്പിച്ച് തരാം, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇങ്ങനെ വരച്ചിട്ട് ഇത് നന്നായിട്ട് കളർ കൊടുക്കാം. ഇതിങ്ങനെ നല്ല രീതിക്ക് കളർ കൊടുക്കാം. ഈ കഴുത്തിൽ തന്നെ ഇപ്പം ഇതൊരു റൗണ്ട് നെക്കാണ് ആയിട്ടാണ് വരിക. ഈ സ്കെയിൽ ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ച് കറക്റ്റായിട്ട് ഇങ്ങനെ വരച്ചു. അതേപോലെ ഇതുമായിട്ട് ജോയിൻ ചെയ്തു. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ കഴുത്തിൻ്റെ വിട്ട് എടുത്തത് 2 ഇഞ്ച്, അതേ 2 ഇഞ്ച് നമ്മൾ ഇവിടേക്കും എടുത്തു. ഓക്കെ, കാണാനില്ലേ ഇറക്കം, അതായത് കഴുത്തിൻ്റെ ഇറക്കം, അതാണ് 3 ഇഞ്ച് എടുത്തത്. എന്നിട്ട് ഈ സ്കെയിൽ ഇവിടെ വെച്ചു. കർവ് ഇതിങ്ങനെ ഇവിടെ വെച്ചിട്ട് ചിലർക്ക് നല്ല റൗണ്ടും അല്ല എന്ന് വെച്ചാൽ ചതുരുമല്ല, ആ ഒരു ഇതിലാണ് ഇപ്പോൾ ഒരുവിധ ആൾക്കാർക്കൊക്കെ അങ്ങനത്തെ കഴുത്താണ് ഇഷ്ടം. അതാവുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ ഒരു ഇഞ്ച് എടുക്കുക. അതേപോലെ ഇവിടെ ഒരു ഇഞ്ച് എടുത്തിട്ട് അപ്പോൾ നല്ല കർവായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി വൈഡ് ഇങ്ങനെ ആയിട്ടുള്ള ഒരു നെക്കായിരിക്കും ഇങ്ങനെ. ഇത് എടുക്കാം, ഇതാവുമ്പോൾ റൗണ്ട് നെക്ക്.
ഇതാകുമ്പോൾ കുറച്ചും കൂടി ഇറങ്ങിയിട്ടുള്ള റൗണ്ടായിരിക്കും. ഓക്കെ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ആക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ഇത് ഇങ്ങനെ വരച്ച് ഇത് നന്നായിട്ട് എന്നിട്ട് കളറ് കൊടുക്കുക. കളറ് കൊടുത്തിട്ട് ഇങ്ങനെ പിടിച്ച് ഇതിപ്പുറത്തേക്ക് ഇത് ഈ തുണി ഇപ്പോൾ ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഇതെങ്ങനെ ഇവിടെ വെച്ച് തുണി നല്ല കറക്റ്റായിട്ട് പിടിക്കുക കേട്ടോ. ഫസ്റ്റ് അങ്ങനെ തയ്യൽ പഠിക്കുന്നവർ കറക്റ്റ് അങ്ങനെ പിടിക്കുന്നില്ല. അപ്പോൾ കറക്റ്റ് ഇവിടെ ഈ ഭാഗം കറക്റ്റാക്കി വെച്ചിട്ട് ഒന്ന് അപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് അമർത്തി കൊടുത്തിട്ടുണ്ട്, പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് നൈസായിട്ടാണ് ഇതിലേക്ക് ആയിട്ടുള്ളൂ, പതിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കാണണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഇങ്ങോട്ടേക്ക് പതിഞ്ഞിട്ട് അപ്പോൾ അതിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇത് കറക്റ്റാക്കിയിട്ട് ഒന്ന് നല്ല ക്ലിയർ ആക്കിയിട്ട് ഇങ്ങനെ ആക്കണം. ഇതിങ്ങനെ പതിപ്പിച്ചെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് അളവ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതേ ഷേപ്പ് തന്നെ ഇവിടെയും കിട്ടണമെന്നുണ്ടെന്ന് വെച്ചെങ്കിൽ ഇത് വന്ന് അതേപോലെ തന്നെ ഇങ്ങോട്ട് പതിപ്പിച്ചാലാണ് ഇതേ ഷേപ്പ് ഇവിടേക്ക് വരുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത്. അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞു. ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ തുണിയുടെ നല്ല ഭാഗം വരുന്നത് ഇവിടെയാണ്. അപ്പം നല്ല ഭാഗത്തേക്ക് ഇതുപോലെ ഒരു പീസ് എടുക്കുക. ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് നമ്മളത് ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഓക്കെ, ഇതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വെച്ചില്ലേ? ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് ഈ വരച്ച ഒരു വര ഉണ്ടല്ലോ, നമ്മൾ കഴുത്തിൻ്റെ ഇറക്കം എടുക്കുമ്പോൾ ഞാൻ ചെയ്യണത് ഇറക്കത്തിൻ്റെ കൂടെ തന്നെ നമുക്കിവിടെ സൈഡിൽ, അതായത് എന്താ പറയുക, ഷോൾഡറിൻ്റെ ഒരു 1/2 ഇഞ്ചിൽ നമ്മൾ തയ്ക്കാനുള്ളതുണ്ട്. അത് നമ്മൾ ഇവിടെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് പിന്നീട് പറഞ്ഞുതരാം. ഇതിപ്പോൾ ജസ്റ്റ് നമ്മൾ കഴുത്തൊക്കെയാണ് അടിക്കുമ്പോഴാണ് ഏറെ ബുദ്ധിമുട്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് ആ ഭാഗങ്ങൾ എങ്ങനെ അടിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചുരിദാറിൻ്റെ എങ്ങനെയാണ് വെട്ടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ആദ്യം ഇത് കറക്റ്റായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഈ വരച്ച ആ വരയിൽ കൂടെ തന്നെ നമ്മളിങ്ങനെ അടിച്ച് ഇവിടേക്ക് എത്തിക്കണം. ഓക്കെ, നമുക്കത് അടിക്കാം. അപ്പോൾ അതാ നമ്മൾ ഇത് കൂടെ അടിച്ചു പോരാൻ കാണാല്ലേ, ഇതിലൂടെ മെല്ലെ പോയാൽ മതി കേട്ടോ. ഈ ഭാഗം എപ്പോഴും സ്റ്റിച്ചിങ് പഠിക്കുന്ന കുട്ടികൾക്ക് ഭയങ്കര ഇതായിരിക്കും. അതുകൊണ്ട് മെല്ലെ ഈ ചക്രം ഇതുകൊണ്ട് ഇങ്ങനെ ഇത് കാണിക്കും, ഇത് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയാൽ മതി, ചവിട്ടണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടേക്കൊന്ന് എടുക്കാം. അപ്പോൾ നമ്മൾ ഇതാ എടുക്കുമ്പോൾ മെല്ലെ പോവുള്ളൂ. ഓക്കെ, കണ്ടോ? കാല് വെച്ച് ചവിട്ടുമ്പോൾ ഇതേപോലെ ഫസ്റ്റ് ടൈം ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ റൗണ്ട് കിട്ടും. ഓക്കെ, ആ കർവുള്ള ഭാഗത്ത് മാത്രം നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയാൽ മതി, പിന്നെ നമുക്ക് ചവിട്ടാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് സ്റ്റിച്ചിങ് പഠിക്കുന്നവർ കഴുത്ത് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ആദ്യത്തെ അടിയിൽ തന്നെ കറക്റ്റായിട്ട് കിട്ടണം. ഓക്കെ, അപ്പോൾ അത് കാരണം കൈ കൊണ്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ അടിച്ച് എടുത്താൽ മതി. ധൃതി ഒന്നുമില്ല. ഇത്രയും നല്ല ക്ഷമ വേണം കേട്ടോ ടൈലറിങ് പഠിക്കാൻ. ഇപ്പോൾ വേണ്ടോ? ഇപ്പം നമ്മൾ ആ വരയിൽ കൂടെ തന്നെയാണ് നമ്മൾ അടിച്ചെടുത്തേക്കുന്നത്. ഇതേപോലെ തന്നെ വരണം കേട്ടോ. ഇതേപോലെ അല്ലാതെ ഒന്ന് ഇങ്ങോട്ട് കയറി ഒന്ന് അങ്ങോട്ട് ഇറങ്ങി അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ അത് അഴിച്ചെടുക്കാൻ ഞാൻ നേരത്തെ കാണിച്ചെന്ന സാധനമല്ലേ, അത് വെച്ചിട്ട് മെല്ലെ അഴിച്ചെടുത്തോളൂ. എന്നിട്ട് പിന്നെ ഇതേപോലെ തന്നെ അടിച്ചെടുക്കാം. പറയണത് അതേപോലെ തന്നെ ചെയ്യണം, അല്ലാതെ ഉഴപ്പരുത് കേട്ടോ. പറഞ്ഞു തരുന്നത് അതേപോലെ തന്നെ ഫോളോ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഇത് വെട്ടാം.
ജസ്റ്റ് ഇതാ ഒരു 1/4 ഇഞ്ച് ഇട്ടിട്ട് ഇങ്ങനെ വെട്ടിപ്പോവാം. അപ്പോൾ അതാ ഓക്കെ. ഇതാ ഇപ്പോൾ നമ്മളത് വെട്ടി. കഴുത്ത് നമ്മൾ റൗണ്ടാക്കിയിട്ട് വെട്ടി. കത്രിക പിടിക്കേണ്ടത് ഞാൻ പറഞ്ഞു തന്നില്ല അല്ലേ. ഇതാ കത്രിക ഈ വലിയ ഇതില്ലേ, ഇതിലേക്ക് നമ്മൾ ഇങ്ങനെ 4 വിരലിട്ട് തള്ള വിരലിടുന്നതാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ വേണം കത്രിക പിടിക്കാൻ. ഇനി ഇതാ ഇങ്ങനെ മുറിക്കണം. ഇതിൻ്റെ നൂല് കട്ടാവരുത്. ഇതിലേക്കൊന്ന് ഇങ്ങോട്ട് ആക്കി പിടി. ഇതാ ഇതിൻ്റെ നൂല് കട്ടാവാതെ ഇതാ ഇവിടം വരെ പോകുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചെറുതായി ഇതിങ്ങനെ കട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെച്ചെങ്കിൽ നമുക്ക് കഴുത്ത് അടിക്കുമ്പോൾ തീരെ ശരിയാവില്ല. ഓക്കെ, ഇതാ ഇങ്ങനെ വെട്ടിയിട്ട് ഫുള്ള് വെട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിതാ ഫുള്ള് ഇത് കണ്ടോ, എല്ലാതും ഇവിടം തൊട്ട് ഇവിടം വരെ നമ്മൾ വെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോ. ഇതേപോലെയാണ് കഴുത്ത് അടിച്ച് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടത്. ഈ ഇങ്ങനെ വെട്ടിയിടുന്നത് ചെറിയ കാര്യമാണ് എന്ന് വിചാരിച്ചിട്ട് ചിലരത് സ്കിപ്പ് ചെയ്യാൻ നോക്കും. അപ്പോൾ ഇതിലത്തെ ഓരോ ഇതും ചെറുതാണെന്ന് വെച്ച് വിട്ട് കഴിഞ്ഞാൽ അതായിരിക്കും നമുക്ക് ഏറ്റവും വലിയ പണിയായിട്ട് വരിക കേട്ടോ. അപ്പോൾ അതന്നെ ശ്രദ്ധിച്ച് ചെയ്യുക. ഇതവിടെ ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ ഇതാക്കിയിട്ടു വെട്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. നമ്മൾ ചെരിച്ചിട്ടാട്ടോ വെട്ടണത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതാണ് നമ്മുടെ ചുരിദാറിൻ്റെ നല്ല ഭാഗം. ഈ ബാക്കിലത്തെ തുണി, ഫ്രണ്ടിൽ വെച്ചിട്ടുള്ള ഈ തുണി നമ്മൾ ഇത് കൂടെ എന്ത് ചെയ്യണം, ഇതാ ഇങ്ങനെ ഇരിക്കുന്ന തുണിയാണ്. ഓക്കെ, അതിങ്ങനെ ഇരിക്കുന്ന തുണിയാണ്. അത് നമ്മൾ ഇതാ ഇങ്ങനെ എന്ത് ചെയ്യണത്, ഇതാ ഇങ്ങനെ ഒന്ന് കാണാനില്ല നിങ്ങൾക്ക്. ഇതാ ഇങ്ങനെ മടക്കി ഇങ്ങനെ ഇട്ടു. അതായത് നമ്മൾ നല്ല ഭാഗത്താണ് ഈ തുണി വെച്ചിട്ടുണ്ടായിരുന്നത്. അതിനെ നമ്മൾ എന്ത് ചെയ്തു, ഉള്ളിലേക്ക് ഇട്ടു. ഓക്കെ, ഇട്ട് വേണം. ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗം. അപ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് വന്നില്ലേ. അപ്പോൾ ഇതാ നമ്മൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ മെയിനായിട്ടുള്ള സംഭവം പതിച്ചടിക്കുന്നതുണ്ട്. ആദ്യം ഞാൻ ഫസ്റ്റ് സെക്കൻഡ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇതാ ഈ പടി ഇവിടെ വെച്ചിട്ട് നമ്മളിതാ ഇങ്ങനെ ആദ്യം ഒരു 1/4 ഇഞ്ചിന് നമ്മൾ അടിച്ചെടുക്കും. ഓക്കെ, അത് ആദ്യം കാണിക്കാം. ഈ പടി ഈ പല്ല് ഇതിൻ്റെ മേലേക്ക്, അതായത് ഇതൊന്ന് പുറത്ത് പോകരുത്, ഇവിടെ ഇങ്ങനെ അടിച്ച്, പിന്നെ ഇതിങ്ങനെ കഴുത്തടിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഇതിങ്ങനെ വലിച്ച് ഇങ്ങനെ പിടിച്ചിട്ട് അടിക്കരുത് കേട്ടോ. കഴിഞ്ഞാൽ അങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ കഴുത്ത് മലച്ചു പോകും. അപ്പം അതുകൊണ്ട് കഴുത്ത് ഏത് ഷേപ്പാണോ അതേ ഷേപ്പിൽ തന്നെ അത് കെടുക്കട്ടെ. നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ, പിന്നെ പെട്ടെന്ന് അടിക്കണ്ട, സ്പീഡിലടിക്കണ്ട, മെല്ലെ അടിച്ചാൽ മതി. സ്പീഡിലടിച്ചിട്ട് കൊളാക്കണേക്കാളും നല്ലത് മെല്ലെ അടിച്ച് നമ്മളത് ഫിനിഷിങ്ങിൽ എടുക്കുന്നതാണ്. ഈ ഒരു ഭാഗം കണ്ടോ നിങ്ങൾ, ഇത് കറക്റ്റായിട്ട് സെൻറ്ററിൽ വരണം. അടിയത്തെ തുണി ഇങ്ങനെ നിൽക്കാൻ പാടില്ല. കാണാനുണ്ട്, ഇങ്ങനെ വെച്ചിട്ടൊക്കെയാണ് അടിക്കുന്നത്. പക്ഷെ ഇങ്ങനെ അടിക്കാൻ പാടില്ല കേട്ടോ. ഈ തുണീനെ ഇങ്ങോട്ട് വരരുത്, കറക്റ്റ് ഇങ്ങനെ വരണം. നോക്കിയൊന്ന് കാണിക്ക്, കണ്ടോ? ഇങ്ങനെ വെച്ചിട്ട് അടിച്ചെടുക്കാം. അടിച്ച് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ തുണിയുടെ ഫ്രണ്ട് ഭാഗത്ത് തന്നെയാണ് കേട്ടോ ഇങ്ങനെ അടിക്കുന്നത്. ഇതിങ്ങനെ അടിച്ചെടുക്കുക. നിങ്ങൾ സ്ലോവിൽ കൈ വെച്ചിട്ട് അടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോഴായിരിക്കും ഫസ്റ്റ് ടൈം പഠിക്കാൻ തുടങ്ങുമ്പോൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ പഠിച്ച് നല്ല ഓക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാണ്ടോ നമ്മളത് അടിച്ച് കഴിഞ്ഞു.
ഇനിയുള്ളത് നമ്മൾ പതിച്ചടിക്കുക എന്ന് പറയും. അതാണ് സെൻറ്ററിൽ വയ്ക്കുക. തുണി നമ്മൾ ഇത് താഴെയാണ് ഇരിക്കുന്നത്. ഇത് ഓക്കെ, തുണിയുടെ മേലേക്ക് വെച്ചിട്ടില്ല കേട്ടോ, കണ്ടോ? ഇനി നമ്മൾ ഇവിടേക്ക് നോക്കിയാൽ മതി. അതേപോലെ ഈ ഭാഗത്തേക്ക് ഇത് കറക്റ്റായിട്ട് ഇരിക്കുക. ഓക്കെ, ഇത് തുണി നീങ്ങി പോവാൻ ചാൻസ് ഉണ്ട്. നീങ്ങി പോവാതെ മെല്ലെ മെല്ലെ അടിച്ചെടുക്കാം. അതേപോലെ ഈ പല്ല് തുണിമേക്ക് കയറാതെ നോക്കാം. കയറി വന്നു കഴിഞ്ഞാലും ശരിക്കാവും. അപ്പോൾ നല്ല ശ്രദ്ധിച്ച് മെല്ലെ മെല്ലെ അടിച്ചെടുക്കാം. ഇതിനെയാണ് പതിച്ചടിക്കുന്നത്. അപ്പോൾ ഇതാ നോക്ക്, കണ്ടോ? ഇത് കുറച്ച് ഇറങ്ങിപ്പോയി ചേട്ടാ, ഇത് കണ്ടത് ശരിയായില്ല എന്ന്, ഇത് കാണിക്കണ്ടെന്നൊക്കെ. നമുക്ക് മറ്റേത് വരെ മതി.